നിന്റെ അച്ഛൻ എന്താ ഗോകു ഉരക്കണ മതിലിന്ന് അണ്ണാ ഇങ്ങോട്ടോ ഒരു ആലോചന എത്ര കണ്ണു നോക്കട്ടെ. എനിക്കൊരു ഗത്തുണ്ട് അയ്യോ നിന്റെ അച്ഛൻ എന്താ ഗോകു ഉരക്കണ മതിലിന്ന് മതിലിന്ന് ഉരക്കണാടാ ഗോകു എന്താ പക്ഷെ മുച്ചരിക്കൊന്നും ഇല്ലല്ല ഉരക്കാൻ പോലും ഇല്ല. ഇല്ലല്ല ഇല്ലല്ല മുച്ചിരി നിനക്കില്ലല്ലോ ഇനി നിനക്കില്ലല്ലോടാ. എടാ നീ നിന്റെ കാര്യം പറഞ്ഞാ പോരെ, നിനക്കില്ലല്ലോ. എടാ നിന്റെ വീട് വാഴത്തോപ്പിലല്ലേ മുച്ചിരി? വാഴത്തോപ്പല്ലേ നിന്റെ വീട്? വാഴത്തോപ്പ് അതിന്റെ വന്തിയോട് അണ്ണാ അതെ എൻട്രി ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ബാക്കിലോട്ടായി പോയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത്. ഗ്യാങ് ഹൗസിൽ അലീന ഇങ്ങനെ കേറി എന്നല്ല ഞാൻ നോക്കണേ. ഒറ്റ അടിക്ക് കണ്ടപ്പോഴത്തേക്ക് അലീന വിചാരിച്ചത് ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് അവന്മാരെല്ലാരും കൂടി നമ്മളടിച്ച് നമ്മൾ 3 പേരും അവന്മാര് ഒരു 10 പേരിന് മേളും. എന്തൊരു കോലോടാ ഇതൊക്കെ. അണ്ണ എന്നെ കാണാൻ ക്യൂട്ട് ആയിട്ടുണ്ടോ പേര് വിളിച്ചോണ്ട് പോയേനെ ബാക്ക് യാർഡില്. എന്നിട്ട് നമ്മള് 3 പേര് കത്തിച്ച് എന്നിട്ട് ബോബോയിനെ ഹോസ്റ്റാക്കി കൊണ്ടുപോയി. ബോബോയിനെ ഹോസ്റ്റാക്കി കൊണ്ടുപോയിട്ട് അവന്മാര് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച്. ഞാൻ വേറെ കാര്യം പറയാടാ. ഇവിടുത്തെ സെക്യൂരിറ്റിയെ തല്ലിട്ട് പോയവൻ എങ്ങനെയാ ഇവിടുന്ന് പോയെന്നുള്ള കാര്യം ഇവിടെ അറിയാം. എന്നിട്ട് ഇനി ഇവിടുത്തെ ഒരു ഇനി ലിസ്റ്റിലുണ്ടോ ലിസ്റ്റിൽ ഇല്ലാത്തതാ അതൊക്കെ അതിനുള്ളത് കൊടുത്തിട്ടേ പോത്തുള്ളൂ. ഇന്ന് കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് ഇവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഫുട്ബോൾ മാച്ചും ഫ്രണ്ട്ലി ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ നടക്കുന്നവന്മാരാണ് ഇവന്മാര്. മനസ്സിലായ? ഇവന്മാർക്കുള്ളത് കൊടുത്തിട്ടേ പോത്തുള്ളൂ. അത് ഉറപ്പാണ്. ഉറപ്പുണ്ട് അവന്മാര് വരണം. രണ്ട് കാലിൽ പോലും ഞാൻ പോയിട്ട് വലിക്കട്ടെ. ഒരു വാക്കോറ ഞാൻ കൊറേ നാളെ ഒരു വള്ളി എടുത്തിട്ട് അല്ലാണ നമുക്ക് ഇപ്പൊ വലിച്ചു വെച്ചിട്ട് പിന്നെ അടിക്കാം. ഇല്ല ഞാൻ പറയട്ടെ കൺസൈൻമെന്റ് ഇടയ്ക്ക് കയറി വരുവാടാ അവന്മാര്. ഇപ്പൊ മറ്റേ ആരായിട്ട് ഇവന്മാര് അന്ന് നമ്മള് സിറ്റുവേഷൻ ഫ്രണ്ട്ലി വാർ അടിക്കാന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് MX13 സിറ്റുവേഷൻ ഫ്രണ്ട്ലി വാറാ ചന്ദ്ര ഇത് ചോദിക്കണം ചന്ദ്ര. ഇത് നമുക്ക് ഗ്യാങ്സ്റ്റോട്ട് ഇല്ലാത്ത പിള്ളേർക്ക് ഭീഷണിയാണ്. മനസ്സിലല്ലേ? നിനക്ക് പെണ്ണില്ലല്ലോ. ഗണ്ണില്ല ഡ്യൂറബിലിറ്റി 0 ആയി. ലോക്കറില്ല മഴത്തുള്ളികൾ ഗോകുനോട് സ്കെച്ച് ഗോകുനോട് ഞാൻ സ്കെച്ച് ചന്ദ്ര അവിടെ നിർത്തി എനിക്ക് ഗണ്ണെടുത്ത് കൊടുക്കണം. ഗോകുനെ കാറിനകത്ത് കുനിച്ചേർത്തിയാണ്. ഗോകുനെ കുനിച്ചേർത്തിയാണ്. എടാ ആളെ അങ്ങോട്ടോ മാറ്റി പോകുന്നല്ലേ. പിന്നെ ഗോകുന്ന് വിളിച്ച എന്താ പ്രശ്നം? നമ്മുടെ ഇത്രേ ഉള്ളൂ. വെയിറ്റ് ഒന്നും ഇല്ലടാ. ഇത്രേ ഉള്ളൂ. അണ്ണാ താക്കോൽ എടുത്താണ്.
അണ്ണാ താക്കോലിങ് എടുത്താണ്, ഞാൻ അടുക്കി വെക്കട്ടെ. ആ താക്കോല് നിന്നാണ് ബോസ് ലോക്കറിന്റെ താക്കോലിങ് എടുത്താണ്. ചന്ദ്ര ഞാനേ ബോസ് ലോക്കറില് കറക്റ്റ് ഒരു പറയാം, 400 കോടി 3,60,000 എനിക്ക് പെണ്ണില്ലല്ലോ സിറ്റിയില്. 400 കോടി 36,3292 രൂപ ഇടുന്നുണ്ട്. എന്തിന് വൈറ്റാ? ബ്ലാക്ക് മണി. അണ്ണാ 900 കോടി ബ്ലാക്ക് മണി ആസ്തികൾ എടുത്താണ് എന്റെ കൂടെ നടക്കണ ഇപ്പൊ. എനിക്ക് എന്തിനാണ് 400 കോടി? 436 കോടി ഇല്ലാണേ പറഞ്ഞു. 400 കോടി 36,00,000 അത്രയും രൂപയുണ്ട് എന്റെ കയ്യിൽ. കൊണ്ട് വെക്കുക. ഇല്ലാണേ പറഞ്ഞത്. അല്ല ഞാൻ അതിന്റെ മൊത്തം കണക്ക് എന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് അറിയാം. എന്റെ ഉണ്ട്. ഓ അങ്ങനെ ഇല്ലില്ല അണ്ണാ, എനിക്ക് അണ്ണാ ആലോചിച്ച് നോക്കണ്ട. 900 കോടി എവിടെ ആർക്ക് കൊടുക്കുന്നതാണ് ഞാൻ നടക്കണം. എനിക്ക് എന്തിനാണ് 400? ഞാൻ എടുക്കൂല. എടാ 400 കോടി 36 ലക്ഷം അല്ലടാ, 46 കോടിയാടാ മണ്ട. 400 എന്താ? നീ ഇതിങ്ങനെ കേട്ടോണ്ട് നിക്കുന്നത് എന്തിനാടാ? 436 കോടി കളിയാ അണ്ണാ. എന്റെ 900 കോടി ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞേ. ആ പറയടാ. ആർക്കൊക്കെയാണോടാ ഗണ്ണ് വേണ്ട? എത്ര ഗണ്ണ വേണ്ടേ? എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എത്ര ഗണ്ണെന്ന് പറ. എടാ ആർക്കൊക്കെ കണ്ണ് വേണടാ? ഹലോ വാസനാ, നിന്റെ ഒരു സാഹചര്യ കണ്ണുണ്ടോ? വാസനാ എടാ ആർക്കൊക്കെ എടാ ഗണ്ണ് വേണ്ട പറ. അപ്പൊ എനിക്ക് ഡെസ്റ്റോന് സെക്കൻഡ് ഇപ്പൊ 3 പേര് പറഞ്ഞിട്ടുള്ള. 3 പേര്. ഇനി ഗണ്ണ് വേണമെന്ന് പറഞ്ഞാൽ അടിക്കും. വാസന ഞാൻ എത്ര കോടി എന്നാ പറഞ്ഞ എന്റെ ഉള്ളത്? 900. എനിക്കൊരു 900 കോടിയാ? 900 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900, ലിറ്ററലി 900, 900. ഇല്ല എടാ അത് പറയണ്ട. എനിക്ക് അത്ഭുതമില്ല. കാരണം ഇവിടുത്തെ ഗണ്ണും സാധനം എല്ലാം പോയി കട്ടുമോട്ടിച്ച് മുടിച്ച് നിന്റെ ഉണ്ടെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ഇതൊക്കെ ചന്ദ്രബോസ് സിറ്റിയിൽ ബിസിനസ് നടത്തിയാണ് അണ്ണാ. ചന്ദ്രബോസ് അണ്ണാ മുണ്ടും മടക്കി കുത്തി നിന്ന് ബിസിനസ് ചെയ്താണ്. മുണ്ടും മടക്കി കുത്തി അണ്ണാ. ബിസിനസ് മാഗ്നറ്റ്. 4 കണ്ടെടുക്കട്ടെ. ഒരു 100 കോടി ചന്ദ്രു 900 ഇല്ലേ? ഇങ്ങോട്ടാ ഒരു ആലോചന എടുക്ക. എത്ര കണ്ണു നോക്കട്ടെ. അപ്പന്റെ ആ കണ്ണെടുത്തിട്ട് മറച്ചേക്കാൻ പോവാന്ന്. ഞാൻ പറയില്ല. 436 കോടിയിൽ 1 രൂപ കുറഞ്ഞ ചന്ദ്ര നിന്നെ അടിക്കും. അല്ലാതെ വേറെ ആരും എടുക്കൂല ഇവിടുന്ന്, ഞാൻ ഉറപ്പ് പറയാം. ഞാൻ കള്ള അണ്ണ ഒരു ഞാൻ കള്ളനാണ്. അണ്ണനെ കള്ളനോട് പിന്നെ കള്ളനോട് പിന്നെ പിന്നെ അല്ല പിന്നെ കൊണ്ടുണ്ട് പെട്ടെന്നുണ്ട് താഴെ കൊണ്ട് പെട്ടെന്ന് പോകും. ചുമ്മാടാ ചുമ്മാടാ ഇതൊക്കെ ചുമ്മാ പൊട്ടന്മാരാക്കുവല്ലേ. വാള് വീശണ പട്ടി എന്റെ നേരെ നീ അണ്ണാ. വാള് വീശി എന്റെ നേരെ അവൻ. ഞാൻ കത്തിച്ചു വിടുന്ന പറഞ്ഞ അതിന്റെ അത്യാറ്റി പോയി അണ്ണൻ പോയി കൂടെ നടക്കുന്നല്ലേ നോക്കണം. അല്ല അല്ല അണ്ണ ഞാനല്ല ഇവന്മാര് ഇവന്മാര് കള്ളം തന്നെ. ഒരു മാറ്റി പോകനെ കൊണ്ട് കുരിച്ചു ചേർത്ത് ഫ്രണ്ടിൽ ആദ്യം. ഇല്ല പോടാ പോടാ പോടാർന്ന്. പിന്നെ എനിക്കൊരു ഗത്തുണ്ട്. തല തല്ലി വീഴാൻ കണ്ടോന്തോ. തട്ടി വീടാ. തട്ടി വീഴും. താഴാര പഴം കഴിച്ചിട്ട് പഴത്തിലിട്ടേപ്പുണ്ട്. നോക്കിയാ വെള്ളം കഴിച്ചോടാ. പൊടിപ്പണ്ടാ ചെറുതായിട്ട്. ആ കൊള്ളാം. എടാ ഒരു മാന്യത വേണ്ടടാ. ആ ഒരു 4 പൂ പറിച്ചോട്. അണ്ണുവിന്റെ ഫോട്ടോക്ക് വെക്കാം. ഉടനെ തീരെ അണ്ണുവിന്റെ ഫോട്ടോക്ക് വെക്കാം അല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദൈവം വിളിക്കണേന്ന്. പള്ളി എടുക്കല്ലേ? ഞാൻ എടാ വാസന്റെ വിളി. എനിക്ക് മടിയാടെ നടക്കാൻ വയ്യ. മടിയാ.
ഹലോ അളിയ അകത്ത് ഹോൾഡ് ചെയ്യാക്കാവോ? ആ പിന്നെ നല്ല രീതി കേക്കാം. എന്താ പറയുന്നേ അവിടെ? അവിടെയാ ഏത് അപരാധിയാ ഹോൺ അടിക്കണേന്ന്. അപ്പൊ ഒരുത്തൻ പറയാ അളിയൻ കേക്കുന്നില്ലട്ടാ. വലിയ കേക്കണല്ല. ഇതുണ്ടോ? ഇരിക്കുവാണ്. കേറി പെട്ടെന്ന് കയറോ. അളിയാ വാ ഗോസ്റ്റ് നോക്കുന്നന്നെ അല്ലെ ഗോകുവിന്റെ ഇത് കണ്ട കോസ്റ്റ്യൂം കണ്ട. ഞാൻ വൈഫൈ ആ 2 പണിയായ ഗോകു. വാസന വാ. ഒരു വാണി കൂടെ കഴിഞ്ഞാൽ ഇതാവേ. ഫ്രണ്ടിൽ മാറില്ല. വാസന വാസു. അയ്യോ അണ്ണാ. വാസുണ്ണു വാസു അണ്ണാ അണ്ണ ചന്ദ്രനെ വിളിക്കണ. വാസുണ്ണ ചന്ദ്രനെ വിളിക്കണേ. അണ്ണാ കേറ്. അണ്ണാ സ്പേസില്ല. ഞാൻ കേറാം. എന്റെ മേത്താറങ്ങി. നീ സംസാരിക്കല്ലേ? നീ വള്ളി എടുത്ത് സംസാരിക്കല്ലേ? ഹലോ ബ്രോ പറ്റിയില്ലല്ലോ. സോറി കേട്ടോ. സോറി മൈ ബാഡ് ബ്രോ. പൈസ കയ്യില് ഷൂസ് 250. ഷൂസ് 250. ചെറുതാണല്ലോ. മുണ്ട് മാറ്റണേ മുണ്ട്. കേട്ടിട്ടില്ല അവന്മാരിപ്പോ മീറ്റിംഗിനെ അങ്ങനെ വിളിച്ച് ആലോചിക്കും. മണിയുടെ കിലുക്കം. അളിയൊരു മണി കിലിക്കോളെ നിങ്ങൾ ചാടുമ്പോ. ഞാനല്ലടാ കൺട്രോൾ നീ അമ്പലത്തിൽ പോയി ജപിച്ചു കിട്ടിയേക്കണ. എടാ അണ്ണ എന്തോ നന്നാ കാണിക്കണ. ഇതൊക്കെ എന്തോ അണ്ണ ഇത് എന്തിരണ്ണ ഇത്? ചത്തടത്തില്ല ചത്തടത്തില്ല. ഇതെന്തിനിത്? ഇത് മറ്റേ ഇതുണ്ടല്ലോ മറ്റേ എന്തോന്ന് മിക്കി മൗസില്ലേ? മിക്കി മൗസിന്റെ കാല് പോലെ ഇല്ല. പിള്ളേർക്ക് അങ്ങനെ ഇവന്മാരെ സന്തോഷത്തിന് വേണ്ടി ഇല്ല തുള്ളാൻ വേണ്ടിയാണ് നിൽക്കില്ല ഇങ്ങനെ. ഞാൻ കുറച്ച് സീരിയസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞുതരാം. അത് ഷർട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഷർട്ട് ഉണ്ടല്ലോ ഷർട്ട്. എന്തിനാണ് ചാറ്റ് ഫുൾ മെത്ത ചാറ്റ് 6 കണ്ണ് മുക്കിയെന്നാ? എന്ത് കള്ളന്മാരാ കള്ളന്മാര്. ഒരു ഗണ്ണെടുക്കാത്ത കള്ളനാക്കിയല്ലേ. നശിച്ചു പോട്ടെ അങ്ങനെ പറയണമാര്. കണ്ടോടാ മതിയാ. 248. എടാ ലെക്സ് 11 ഷർട്ട് 248. എടാ ഫ്രണ്ടിന്ന് മാറോട്. ഓ ചെത്തായി 248. പിന്നെ ലെക്സ് ഷൂസ് 250. 280. ചന്ദ്രു ഷൂസ് 280. ഇപ്പൊ ഹെൽമെറ്റ് ഇട്ടില്ല ട്ടാ. അത് വരത്തില്ല. ഷർട്ടില് 248. എന്തിനാ പാൻസിൽ 11.
കറുപ്പിനഴക് ഓ മറ്റേ പാൻസിലാണ് ലെഗല്ലേ ഹെൽമെറ്റ് ഇടണേ അല്ലെങ്കിൽ ഹെൽമെറ്റ് വരത്തില്ല. ഗോക്കു അടിക്കാൻ പോണ്ട. ഹലോ പ്രിൻസസ് ബട്ടൺ അടിക്കാൻ പോണ്ട. 50 ഇല്ല മാസ്ക് മാസ്ക് അളിയ എന്തിനാ ചന്ദ്ര അണ്ണത് ചന്ദ്രൻ കാലിന്റെ നമ്പർ എന്ന് പറഞ്ഞേ. കാലാ ഷൂസ് ആണോ? ബാറ്റെന്തിനു കൊണ്ടുപോകത്തെ? എടാ ഷൂസ് ആണോ? മാറ്റണ്ട 280 അണ്ണനെ കൊണ്ടോ. സോറിടാ. ഹലോ കൂട്ടുകാരി. ഹലോ ഹലോ ഫ്രണ്ടേ. ഫ്രണ്ട് എവിടെയാണ്? എവിടാണ്? ഞാനിവിടെ ഇങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്തോളൂ. എന്റെ ഫ്ലൈറ്റിന്റെ സമയം ആയതുള്ളായിരുന്നേ. ആണാ? ലേറ്റ് ആയിരുന്നു എന്റെ flight. സുഖാണോ? സുഖായി പോണു. ഫ്രണ്ട് സുഖാണോ? സുഖാണ്. എന്തൊക്കെ എവിടെയുണ്ട്? ഈ ഈ ഈ കട്ട്ഔട്ട്സിന്റെ ഫ്രണ്ടില്. ആണോ? ഓക്കെ ഫ്രീ ആണോ? ഫ്രീ ആണ്. ഫ്രണ്ട് ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണ്. ഞാൻ കൊണ്ടുവരട്ടെ? ഫ്രണ്ട് നന്നായാ? എന്ത് നന്നായെന്ന്? അല്ല ചോദിച്ചാ നന്നായെന്ന് വെച്ചാ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ? നന്നായോ ചോദിച്ചാ ഫുഡൊക്കെ കഴിച്ച് നന്നായോന്ന്. ഓ അങ്ങനെ നന്നായി. ഇപ്പറ കൂട്ടുവരുമോ കുട്ടി കുളികളെ. എടാ അതെ ഒരു അർജന്റ് കേസ് ഉണ്ട്. ഇപ്പഴേ വാസന എവിടാ? വാസന ഓടാ സോറിടാ. നീക ഹലോ ഹലോ ഇതാരാ? ഹലോ സോറി മറ്റേ വണ്ടി തട്ടിയിട്ടുണ്ടായിരുന്നു. സോറി. ഹലോ ഇറ്റ്സ് ഓക്കേ. ഇതാരാ? പേരെന്താ? ഡുണ്ടു. നൈസ് വണ്ടിയാണല്ലോ. സംഭവം കുറച്ച് വിഷമം വരും എന്നാലും പറയുവാണ്. നമുക്ക് ഇന്ന് അടിക്കാൻ പറ്റില്ല. നമുക്ക് ഈ കൺസൈൻമെന്റ് അവര് ഫ്രീ ആയിട്ട് അടിക്കാതെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യും അവര്. കാരണം ഇന്ന് അടിക്കാൻ അവർക്ക് ആള് കയറാനില്ല. അതുകൊണ്ട് അവർക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാരണം 30 ദിവസം 30 ഗ്യാങ്ങിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുക. അത് RP ആയിട്ട് നമ്മുടെ ഗ്യാങ് സെറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പീഡിക്ക് ഇവിടെ കേറാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. നാളെ പോയി കളക്ട് ചെയ്താൽ മതി. അതാണ് ഞാൻ ഇപ്പൊ രാസന ഞാൻ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. C30 അടിക്കാൻ ബാക്കി 25 പേര് അവൈലബിൾ ആണോ? അണ്ണാ ഞാൻ C30 നോക്കുവാണേ. എന്ന് C30 നോക്കുവാന്ന് പറ. ഞാൻ റേഡിയോയിലില്ല. അളിയൻ പറ. ഇപ്പൊ നമ്മൾ എവിടെ പോവാ? അളിയ ലച്ചു എന്ന് പറഞ്ഞ കൊച്ചു ഗ്യാങ്ങോണ്ടില് വണ്ടി പെണ്ണെ കെട്ട് സമ്മതിക്കില്ലാട്ടാ. നമുക്ക് എന്റെ വണ്ടി വള്ളി കടിക്കാൻ പറഞ്ഞ നടക്കാം. എന്നിട്ട് ആ കൊച്ചിനെ വണ്ടി കയറ്റാ എന്ന് പറയാ. ഇല്ല ഫ്രണ്ടാ ലച്ചു ഞാൻ ഇന്നലെ കാറ്റി ലച്ചു ഇന്നലെ 2 പെണ്ണ് പരിചയപ്പെട്ടു. 2 ഫ്രണ്ട്സ് ആട്ടാ. ശ്രീവിദ്യ. ഹലോ ശ്രീവിദ്യ കണ്ടിരിക്കാം. ശ്രീവിദ്യ സംസാരിച്ചു ഇട്ടിട്ടില്ല വണ്ടിയില്. വാർണിംഗ് സിമ്പിൾ ഉണ്ട്. എന്നെ തുടരണമെങ്കിൽ അമാരെ ഇതൊന്നും ചെയ്താ പോരാ. സൂര്യ അച്ചാച്ച വിളിച്ച് വരുന്നല്ലേ? ഹലോ മോൻ വരുന്നു. അച്ചാന്ന് വിളിച്ച് വരുന്നത് മോൻ. പെൺകൊച്ചാണോ? അവൻ
Bring the action. അളി ഒരു തന്തയാണോ? സ്വന്തം മോനല്ലേ പുറകെ ഓടി വന്ന അവനെന്തെങ്കിലും പറയാനുണ്ടെങ്കിലാ? ഒന്നും പറയണ്ട എൻ്റെ അടുത്ത്. ഞാൻ മറ്റേ കുട്ടി എവിടെ നോക്കട്ടെ. വരുന്നുണ്ട് അവരാതി വണ്ടിയായിട്ട് വരുന്നുണ്ട്. എന്താ സാറേ കണ്ണില്ലേ? ഹലോ എവിടെ ഉണ്ട്? ഒരു ബൈക്കില് ഏത് ബൈക്കില്? ഫ്രണ്ടില് പോസ്റ്ററാ? വാച്ച് ടവർ വാച്ച് ടവർ ഏതാ? നമ്മളൊക്കെ ഇരിക്കുന്ന വാച്ച് ടവർ അറിയില്ല? അവിടെ ബ്രോ റേഡിയോ കുറച്ച് മാനിയുടെ സംസാരിക്കണേ ബ്രോ. നമ്മള് അങ്ങനെയാണ് കീപ്പ് ചെയ്യണം കേട്ടോ ബ്രോ. ഹലോ ഇങ്ങോട്ട് ഇതാ ഇതീ കയറി ലോക്കെ വണ്ടിയാ അത്. ഇതീ കയറിക്കാ വണ്ടി ലോക്ക. പച്ചസേ വില്ലുമോൾ ഡ്രസ് പറഞ്ഞ വില്ലുമോൾ ഉണ്ടാക്കിയാണോ? വില്ലുമോൾ തച്ചയാണോ? പിന്നെ പോയെ ഈ പെണ്ണ്. ഹലോ കാറ്റി കേക്കുന്നുണ്ടോ? കേറ് ഞാനാ. കേക്കുന്നില്ലേ? അതെ കൊണ്ടുപോക്കോട്ടെ. നമ്മളതൊക്കെ എന്തിനു മൈൻഡ് ചെയ്യണം? എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ ആയില്ലേ? പിന്നല്ലേ ഓക്കെ ആണോന്നാ? സുഖം. പിന്നല്ലാണ്ട് വാറൊക്കെയുണ്ട്. ഇപ്പൊ വാറുണ്ട് നമുക്ക്. ഇപ്പൊ പോകുന്ന വഴിക്ക് വാറുണ്ട്. ഒരു വലിയ ഗ്യാങ് എന്നെ നോക്കി അടക്കുവാന്നേ. Somebody is calling. Your baby is calling me. ആരാ? Hello, Surya. ചെയ്യാലോ. ഇനിയിപ്പോ എന്താ 1 മിനിറ്റ് 1 മിനിറ്റ് അങ്ങനെ കേറിക്കോ. തിരക്കിലാന്ന് പറ. കുറച്ച് തിരക്കിലാന്ന് പറ. എടുക്കാം മുത്തേ. 1 മിനിറ്റ് കിട്ടിയാ? കുട്ടി ഇപ്പൊ ഒരു വലിയ വാറ് കിടക്കും. ഞാൻ ഇറങ്ങി ഒരു 4-5 പേരെ കൊല്ലും. കണ്ണു പൊത്തിക്കോണേ. ചോര മൊത്തം എറിയാൻ നോക്കണേ. ഇല്ല 1 മിനിറ്റ്. ഒരു സെൽഫ് ചോദിച്ചു സൂര്യ. ലൊക്കേഷൻ കൊടുക്കില്ലേ. നമ്മളിപ്പം ഒരു വലിയ ഗ്യാങ് വാറിലോട്ടാണ് പോണത്. അപ്പൊ വേണമെന്ന് പറഞ്ഞു. ഞാൻ ചാടി ഇറങ്ങി ഒരു 4 പേരെ കൊല്ലും. കണ്ണുപൊട്ടിരുന്നോണേ. ശരി കണ്ണടച്ചിരിക്കുവാണേ. എവിടെ മാർക്കേ ലെഫ്റ്റ് മുക്കോ. മുക്കോ. എന്താ പ്രശ്നം? വലിയ പ്രശ്നം ഇവിടെ. വലിയ അടിയാ. ഇവിടെ ഇറങ്ങില്ലേ? ഇപ്പൊ വരവേ കൊന്ന് നാശിപ്പിച്ച് വരട്ടെ. നിങ്ങൾ ചോദിക്കാൻ വരൂലേന്ന്. ചോദിക്കാൻ വരുവാടാ. നീ പോയി ആളെ വിളിച്ചിട്ട് ചോദിക്കാൻ വരൂന്ന്. തലയടിച്ച് പിടിച്ചോണ്ടാ നിന്റെ തലയടിച്ച് പൊട്ടിക്കും ഇതുപോലെ. ഒരു കാര്യം പറഞ്ഞോട്ടെ? ഇപ്പൊ നമ്മള് കറന്റ് ഒരു സിറ്റുവേഷനിലാണ്. അടിക്കാൻ നിക്കണേ MX-13 ആയിട്ട്.